ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാമ്പ് ഫോർ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പം സ്റ്റാമ്പ് ഫോർ നമുക്ക് എങ്ങനെയുള്ളവർക്കാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം. ക്രിട്ടിക്കൽ കെയർ സ്കില്ലിൽ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും ജനറൽ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും സ്റ്റാമ്പ് ഫോർ ചെയ്യാം. ക്രിട്ടിക്കൽ കെയർ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കാണെങ്കിൽ മിനിമം 21 മാസത്തിന് ശേഷം അവർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ജനറൽ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ മിനിമം 57 മാസത്തിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള നമ്മുടെ പാസ്പോർട്ട് വേണം. ആ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും അതിൻ്റെ പുറകിലത്തെ പേജിൻ്റെയും കോപ്പിയാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ ബയോമെട്രിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതാണ് നമുക്ക് മെയിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് നമ്മുടെ IRP കാർഡാണ്. അതിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും കോപ്പിയാണ് വേണ്ടത്. പിന്നെ അതുകൂടാതെ നമ്മുടെ നിലവിലുള്ള നമ്മുടെ വർക്ക് പെർമിറ്റ്, അത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് ഇട്ടിരിക്കുന്ന വർക്ക് പെർമിറ്റ് നമ്മളുടെ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നാലാമത്തെ കാര്യം നമ്മുടെ റീസെൻറ്റ് പേ സ്ലിപ്പാണ് വേണ്ടത്. അഞ്ചാമത്തെ കാര്യം നമുക്ക് നമ്മുടെ എംപ്ലോയറിൽ നിന്ന് ഒരു ലെറ്റർ മേടിക്കണം. അത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 3 മാസം നമ്മളവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിൻ്റെ ലെറ്ററാണ് വേണ്ടത്. അതിൻ്റെ അകത്ത് നമുക്ക് കൺഫേമിങ് നമ്മുടെ ജോബ് ടൈറ്റിൽ വേണം, ലൊക്കേഷൻ വേണം, അതുപോലെ ഡേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ആറാമത്തത് വേണ്ടത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽ സമ്മറി എന്നുള്ളൊരു പേപ്പർ നമ്മുടെ റവന്യൂവിലെ മൈ അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നതാണ്. അതൊരു കവറിംഗ് ലെറ്ററാണ്. ആ എംപ്ലോയ്മെൻറ്റ് കവറിംഗ് നമ്മുടെ എത്രമാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒരു ലെറ്റർ ഒരു ഡീറ്റെയിൽ സമ്മറി കിട്ടും. ആ ഡീറ്റെയിൽ സമ്മറിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് സ്റ്റാമ്പ് ഫോറിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ശരിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറി നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എല്ലാം കൊടുത്ത് നമുക്ക് ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മെയിലിലോട്ട് നമുക്കൊരു പിൻ നമ്പർ കിട്ടും. അത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിന്യൂവലിനുള്ള ഓപ്ഷൻ വരുന്നു. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അവസാനം വന്നു കഴിയുമ്പോൾ ഇമിഗ്രേഷൻ പെർമിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റാമ്പ് ഫോർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് കാർഡ് കിട്ടുന്നതായിരിക്കും.